അത് പിന്നെ ഒരു തമാശ ഉണ്ടായതാ. അത് പിന്നെ ഫേസ്ബുക്കിൽ അങ്ങനെ കാലത്ത് വന്നു. മന്ത്രി ആയാലും മൂപ്പര് ഇടയ്ക്ക് വിളിക്കും. വിളിച്ചങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. സിനിമക്കാലത്തെയൊക്കെ പോലെ തന്നെയാണ് ഈ മന്ത്രികളെല്ലാവരും. അങ്ങനെ തമാശയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ അത് ചെയ്തു മറ്റേത് മറിച്ച്. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ പോട്ടെ. പണ്ട് നമ്മൾ ചാലശ്ശേരി കള്ള് ഷാപ്പിൽ പോയിട്ട് ഈ വടക്കൻ വീരഗാഥയുടെ വേഷത്തിൽ കള്ളുടിക്കാൻ പോയത് ഞാൻ എഴുതട്ടെ എന്ന് ചോദിച്ചു. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ കുടിച്ചിട്ടൊന്നും. നീ കുടിച്ചിട്ടില്ലെങ്കിൽ നീ വന്നതിൻ്റെ അപ്പം വന്നത് ശരിയാണ്, അപ്പോൾ വന്നത് ശരിയാണെന്നുള്ളത് പിന്നെ എഴുതണമെന്ന് തെറ്റ്, അത് എഴുതിക്കോന്നപ്പോൾ. അപ്പോൾ ഞാൻ ഇവനും വേറൊരുത്തരും കൂടി ഉണ്ടായിരുന്നു, മഞ്ചേരി ടോണി എന്ന് പറഞ്ഞിട്ട് ഒരുത്തരുണ്ട്. അവരെന്തോ ഉണ്ണിക്കണ്ണനൊക്കെ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് ഭയങ്കര ദാഹമുള്ളൊരു നല്ല വേനൽക്കാലത്ത് ഈ ഭാരതപ്പുഴയുടെ ഒക്കത്താണ് ഷൂട്ടിങ്. വെയിലൊക്കെ കൊണ്ട് നല്ലൊരു കള്ള് ഷാപ്പ് കണ്ടു, ഓലയുണ്ടൊക്കെ മേഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഇവിടെ കയറി, ചേട്ടാ ഈ വേഷത്തിലൊക്കെ ആണെങ്കിൽ നീ കാറിലിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ടോണിയും കൂടിയിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ അയാൾ കിടന്ന് ഉറങ്ങുകയാണ് കള്ള് ഷാപ്പുകാർ. അയാൾ മുക്കിക്കൊടുക്കുന്നല്ല, ഉച്ച സമയമല്ലേ, ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇയാളിങ്ങനെ ഉണർന്നപ്പോൾ ഞങ്ങളെ കാണുന്നത്. അപ്പോൾ ഈ കഴുത്തിലൊക്കെ ഇട്ടിട്ട് അയാൾ വിചാരിച്ചു എന്തോ ദുസ്വപ്നം കണ്ടതാണ്. അയാൾ ഭയങ്കരമായിട്ടൊരു ശബ്ദമൊക്കെ ഉണ്ട്, ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവനെയും കണ്ടു. അപ്പോൾ ഇവനെയും കണ്ട് അയാള് അപ്പം പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ കള്ളൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞു. അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുന്നത്. അയാൾക്ക് ഷൂട്ടിങ്ങിന് പറ്റിയിട്ടൊന്നൊരു വിവരമുള്ള ആളല്ല, ഒരു പാവ മനുഷ്യനാണ്. ഒരു നല്ല ഓർമ്മയുണ്ട്, നല്ല കറുത്ത മെലിഞ്ഞ ഒരു മനുഷ്യന് ഭസ്മം കൊണ്ട് കുറിയൊക്കെ ഇട്ടിട്ടുണ്ട്. മൂപ്പര് ബെഞ്ചിൻ്റെ മുകളിൽ ഉച്ചയൂണ് കഴിച്ചിട്ട് തോർത്തുകൊണ്ടൊക്കെ തലക്കി വെച്ച് കിടക്കുമ്പോഴാണ് ഇത് കണ്ടത്. അപ്പം അന്നേരം ഞാൻ കള്ളൊക്കെ കുടിച്ച് ഇയാൾ കുടിച്ചില്ലാതാണ് തോന്നണത്, എനിക്കറിയില്ല. നമ്മൾ കള്ളൊക്കെ കുടിച്ച് പോകുന്ന. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് നമ്മൾ അപ്പോൾ വർത്താനം പറഞ്ഞാൽ അതൊന്നും എഴുതിയാൽ ചേട്ടാ എഴുതിട്ടോ. അപ്പോൾ എഴുതിയിട്ടപ്പോൾ മൂപ്പര് മറുപടി ഉണ്ടായിരുന്നു, ഒരു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇമോജി ഇട്ടിട്ട് ഒരു മറുപടി ഉണ്ടായിരുന്നു. അത്ര തന്നെ അതിൻ്റെ കഥ.